ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. എന്താണ് സമാധാനം? ദൈവസമാധാനം എല്ലാ ധാരണകളെയും മറികടക്കുന്ന ഒരു സമ്മാനമാണ്. പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ കരുതലും ആശ്വാസവും നൽകുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർ 4:7 പറയുന്നു. സംഘർഷങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് സമാധാനം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നാം. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സമാധാനം ബാഹ്യ സാഹചര്യങ്ങളെയല്ല, മറിച്ച് അവനുമായുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ധാരണയെ മറികടക്കുന്ന വളരെ ആഴത്തിലുള്ള സമാധാനം അനുഭവിക്കുവാൻ കഴിയും. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി ഈയിടെ ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനം വരെയുള്ള സമീപകാല ആഗോള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസമാധാനത്തിൻ്റെ ആധിക്യത്തെ എടുത്തു കാണിക്കുന്നു. സമാധാനത്തിൻ്റെ രാജാവായ ദൈവത്തിൽ മാത്രമേ യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയൂ എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെയെല്ലാം അനുഭവിക്കാം? 1. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം കൈകളിലാണെന്നും അവൻ്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്കാണെന്നും തിരിച്ചറിയുക. 2. പ്രാർത്ഥനയും അപേക്ഷയും. നമ്മുടെ ആശങ്കകളും വിഷമങ്ങളും ദൈവത്തെ അറിയിക്കുക. അവൻ സമാധാനം നൽകുന്നുവെന്ന് വിശ്വസിക്കുക. ഫിലിപ്പിയർ 4:6-7 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്ന് പറയുന്നു. 3. ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ തിരുവെഴുത്തുകളെ ധ്യാനിക്കുക. സങ്കീർത്തനം 119:165 നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നെഴുതിയിട്ടുണ്ട്. 4. സമൂഹവും കൂട്ടായ്മയും. നമ്മെ പിന്തുണയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്ന വിശ്വാസികളാൽ ചുറ്റപ്പെടുക. നമ്മുടെ കുടുംബ കൂട്ടായ്മകളും പള്ളികളിലുള്ള പ്രാർത്ഥനാ യോഗങ്ങളും ഇത്തരത്തിൽ ഒന്നാണ്. ദൈവത്തിൻ്റെ സമാധാനം വെറും ഒരു വികാരമല്ല, മറിച്ച് ഒരു വാഗ്ദാനമാണ് എന്ന് ഓർക്കുക. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കുഴപ്പങ്ങൾക്കിടയിലും നമുക്ക് ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സമാധാനം അനുഭവിക്കുവാൻ കഴിയും. കർത്താവെ, നിന്റെ സമാധാനത്തിലും പരമാധികാരത്തിലും ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. എല്ലാ മിഥ്യാധാരണകളെയും മറികടക്കുന്ന നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.